പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത കാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഈ പ്രഭാതം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാതൃത്വത്തെ അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്റെ തിരുമുമ്പിലേക്ക് കടന്നു വരുവാൻ അങ്ങ് നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാതൃത്വത്തെ അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യവാനായ കർത്താവെ, നിന്റെ കൃപകളാൽ ഞങ്ങളെ നിറച്ച് ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. നിന്റെ കൃപകളാൽ ഞങ്ങളെ നയിക്കണമേ, ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. നിന്റെ സാന്നിധ്യവും സാമീപ്യവും ഓരോ നിമിഷവും അനുഭവിച്ചറിയുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ കർത്താവെ, വിവാഹ സംബന്ധമായിട്ടുള്ള സംശയങ്ങളുമായി കടന്നു വരുന്ന പരിസയരോട് അങ്ങ് പറയുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്, മരിച്ചവരുടെ ദൈവമല്ല അവിടുന്ന്. എന്നും ജീവിക്കുന്ന, ഇന്നലെയും ഇന്നും നാളെയും ഒരുവനായ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നിന്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞങ്ങെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. കൈവെപ്പിലൂടെ ലഭിച്ച ദൈവീകവരം ഉജ്ജ്വലിപ്പിക്കുവാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൈവെപ്പിലൂടെ അങ്ങ് നൽകിയ ദൈവീക വരം ഉജ്ജ്വലിപ്പിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം. ആത്മാവിനെ തണുത്തുറഞ്ഞ സന്തോഷമായ രീതിയിൽ നയിക്കാതെ ജ്വലിക്കുന്നവരായി തീരുവാൻ തക്കവിധം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് നൽകണമേ. മെത്രാനും രക്തസാക്ഷിയും വിശുദ്ധ ബോണിഫസിൻ്റെ തിരുനാളിൽ ഞങ്ങളെ ഓർപ്പിക്കുന്നു. തീഷ്ണതയോടുകൂടി പ്രവർത്തിച്ചൊരു മെത്രാൻ, ദൈവീകവരം ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് പ്രേക്ഷിത തീഷ്ണത മതിയായി മാറിയ ബോണിഫസ് ഒരിക്കൽ കാൻറ്റർബറി ആർച്ച് ബിഷപ്പിന് ഒരു കത്തെഴുതി. കയ്പും നിറഞ്ഞതും കഷ്ടം നിറഞ്ഞതുമായ ഈ ദിനങ്ങൾ നമുക്ക് കർത്താവിനോട് ഒപ്പമായിരിക്കാം. കർത്താവിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. കുരയ്ക്കുന്ന പട്ടിയെപ്പോലെയോ ഉറങ്ങുന്ന കാവൽക്കാരനെ പോലെയോ ആകാതെ ജ്വലിക്കുന്നവരായി മാറുവാൻ, സമ്പന്നരുടെയും ദരിദ്രരുടെയും ഇടയ്ക്ക് ഒരുപോലെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ ഉത്സാഹത്തോടുകൂടി നമുക്ക് പ്രവർത്തിക്കാം. ഈ ഒരു ഉത്സാഹം അതിൻ്റെ പൂർണ്ണതയിൽ ലഭിക്കുന്നത് ആത്മാവിൻ്റെ നിറവിലാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവും ശക്തിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണം. നിൻ്റെ കൃപയാൽ നിൻ്റെ സാന്നിധ്യത്താൽ നിറഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. ഈശോയെ, ഈ ദിവസം മുഴുവനും നിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചുകൊണ്ട് ഈ ദിവസത്തെ അങ്ങേക്ക് സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.